നല്ല നാടൻ കൂന്തൽ കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് 500 ഗ്രാം കൂന്തലെടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. കൂന്തൽ നമ്മൾ വേവിക്കുന്നത് പ്രഷർ കുക്കറിൽ വെച്ചിട്ടാണ്. അതിനായിട്ടൊരു പ്രഷർ കുക്കറിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന കൂന്തളും അതേപോലെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല, എന്നിവ നന്നായിട്ട് മിക്സ് ചെയ്ത് പ്രഷർ കുക്കറിൽ വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ. ഇതിലേക്ക് നമുക്കൊരു മീഡിയം സൈസിൻ്റെ സവോള, അതുപോലെ 15 ചുവന്നുള്ളി, 2 പച്ചമുളക്, ഒരു മീഡിയം സൈസിൻ്റെ ടൊമാറ്റോ, തക്കാളി നന്നായിട്ട് നമുക്ക് മിക്സിയിലിട്ട് അടിച്ച്. കൂന്തൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്തൊരു കടായി വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും അതുപോലെ ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വലുതായി വരുന്നതിന് വേണ്ടി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ഇട്ട് നന്നായിട്ട് നമുക്ക് ബ്രൗൺ ഷെയ്ഡ് ആവുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾ, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, ഇവ ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം പച്ചമണം മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അടിച്ചു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ജ്യൂസും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് അതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറി വന്ന് വെളിച്ചെണ്ണ തെളിഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കൂന്തളും കൂടി ഇട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് വഴറ്റി അതിൽ വെള്ളമൊക്കെ വറ്റി വന്ന് നന്നായിട്ട് നമുക്കതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതാ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതാ നമ്മുടെ അസൽ കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത്